ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് വാപ്പ പറയാണ്, മോനെ മോനെ പൊന്നു മോനെ, ഞാൻ മരണപ്പെട്ടു പോയാൽ തുറുക്കു ബഅദി അലയ്യ മിങ്ക ഈ ഗൈറ നഫ്സി റസൂലില്ലാഹ്, മുത്തുനബി അല്ലാതെ, മുത്തുനബി കഴിഞ്ഞാ പിന്നെ നീ അല്ലാതെ ഈ ദുനിയാവിൽ എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് വേറെ ആരുമില്ല മോനെ. അതുകൊണ്ട് നിന്നെ ഒരു കാര്യം ഏൽപ്പിക്കുകയാണ്. 9 സഹോദരിമാരുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന് 9 സഹോദരിമാരുണ്ട്, 9 പേരുണ്ട്. ഉപ്പ പറയുന്നു, മോനെ ആ 9 പേരെയും നീ നല്ല പോലെ നോക്കണേ മോനെ. നാളെ ഷഹീദാകുമെന്ന് ഉറപ്പിക്കുകയാണ്, നാളെ ഷഹീദാകുമെന്ന് ഉറപ്പിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട 9 പെങ്ങന്മാരെയും നീ നോക്കണേ മോനെ. ജാബിർ റളിയല്ലാഹു അൻഹു സന്തോഷത്തോടെ കേട്ടു നിൽക്കുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഈ സംഭവം പറയുന്നത്. പിറ്റേന്ന് ഉഹദ് യുദ്ധം കഴിഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹദ് യുദ്ധം കഴിഞ്ഞപ്പോ എന്റെ ഉപ്പയെ കൊണ്ടുവരികയാണ്. എല്ലാരും പറഞ്ഞു, ജാബിറേ നിന്റെ ഉപ്പ തന്നെയാണ് ഉഹദിന്റെ ആദ്യത്തെ ഷഹീദ്. തഹജ്ജുദിന് പോലും കരഞ്ഞു ദുആ ചെയ്തു, അല്ലാഹുവേ നാളെ എന്നെ ആദ്യത്തെ ഷഹീദാക്കണേ അല്ലാഹ്. ആലോചിക്കണം, 10 മക്കളുണ്ട്, 9 പെൺമക്കളാണ്. ജാബിർ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെ പച്ചക്കിളിയായി പാറി പറക്കുകയാണ്. അല്ലാഹുവേ എന്നെ ഉഹദിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാക്കണേ എന്ന് ദുആ ചെയ്തിട്ട് ആ പ്രിയപ്പെട്ട അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണാങ്കണത്തിൽ ആദ്യത്തെ ഷഹീദായി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജി അബി അബി മുസജ്ജാ, പുതിയപ്പെട്ട രീതിയിൽ എന്റെ ഉപ്പാനെ ഉഹദിൽ നിന്നും നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു. അറത്തു അനിയർഫ സൗബാ, ആ വസ്ത്രമൊന്ന് മാറ്റിയിട്ട് ആ മുഖമൊന്ന് നോക്കാൻ ഞാൻ ഉദ്ദേശിച്ച് ഓടിച്ചെന്നപ്പോ സഹാബികൾ എന്റെ കൈ പിടിച്ചിട്ട് മാറ്റി, നീ കാണല്ലേ, നീ കാണല്ലേ ജാബിറേ, 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 ആ വാപ്പാന്റെ മുഖം നീ കാണല്ല ജാബിറേ, നിനക്ക് കാണാൻ കഴിയൂല. ആ മുഖം, ആ കണ്ണ്, ആ ചുണ്ട്, ആ ശരീരം കെട്ടിയെറിഞ്ഞിരിക്കുന്നത് കണ്ടാൽ ഒരു മകന് താങ്ങാൻ പറ്റൂല. അതുകൊണ്ട് ജാബിറേ നീ കാണരുത്.